അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് പ്രസന്ന. ഞാൻ എൻ്റെ കൊച്ചുമകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയണത്. കൊച്ചുമകൾ സ്കൂളിൽ പോകുമ്പോൾ രാവിലത്തെ ഭക്ഷണം ചിലപ്പോൾ കഴിക്കാതെ പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസമായിരിക്കുമ്പോൾ ആ കുട്ടിക്ക് ഛർദ്ദിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നത് മുഴുവനും ഛർദ്ദിക്കുമായിരുന്നു. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് മാസാദി വെള്ളിയാഴ്ചതുകൊണ്ട് കുർബാന മുടങ്ങണ്ട പറഞ്ഞ് ഞാൻ ഈ ആലയത്തിൽ വന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ കുർബാനയുടെ സമയത്ത് ഉദര സംബന്ധമായ ഒരു കൊച്ചിൻ്റെ സുഖപ്പെടുത്തുന്നുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ ആരാധനയിലും ഇതേ സൗഖ്യം വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ അതെൻ്റെ കൊച്ചുമകൾ തന്നെയാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ തുടങ്ങി. അത് പിന്നെ ഇതുവരെ അതുപോലെ ഉണ്ടായിട്ടില്ല. കുട്ടികൾ സാധാരണ ഭക്ഷണം കഴിക്കാറില്ല ഈ കാലഘട്ടത്തിൽ. ഇതേപോലെ സ്കൂളിൽ പോകുമ്പോൾ കൊച്ച് ഭക്ഷണം കഴിക്കാതെ പോകും. നമുക്കറിയാം വയറ്റിൽ അസിഡിറ്റി രൂപപ്പെടും, ഭക്ഷണ പദാർത്ഥങ്ങളില്ലെങ്കിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ. അങ്ങനെ അസുഖം വന്നു. അതിൻ്റെ ഫലമായിട്ട് കൊച്ചിനെ ആസ്പത്രി കൊണ്ടുപോയി കഴിയുമ്പോൾ ആദ്യ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ വന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, കൊച്ചിനെ സമർപ്പിച്ചു. അപ്പോൾ കുർബാന മധ്യേയും ആരാധന മധ്യേയും സന്ദേശം വിളിച്ചു പറയുന്ന കൂട്ടത്തിൽ മകളുടെ ഈ കൊച്ചിൻ്റെ ഉദരസംബന്ധമായ രോഗം വിട്ടുപോകുന്നത് പറഞ്ഞു. അത് ഈ സഹോദരി വിശ്വസിച്ചു. അത് സൗഖ്യമായിട്ട് മാറി. അതിനുശേഷം ഭക്ഷണം കഴിക്കാനും സ്കൂളിൽ പോകാനും കുഴപ്പമില്ലാതെ സാധിക്കും. പിന്നെ ഞങ്ങൾക്കൊരു സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. 10 വർഷമായിട്ട് വിൽക്കാനുണ്ട്. പക്ഷേ ഞാനിവിടെ മറിയൻ മദേഴ്സിൻ്റെ ഗ്രൂപ്പിൽ സ്ഥലം വിൽക്കാനുള്ള പ്രാർത്ഥനകൾ വരുമ്പോൾ ഇതും കൂടെ ചേർത്ത് സമർപ്പിക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രാർത്ഥനയുടെ സമയത്ത് ഇവിടുത്തെ ആലയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എത്രയും പെട്ടെന്ന് തന്നെ 1 മാസത്തിൻ്റെ ഉള്ളിൽ സ്ഥലം വിൽക്കുവാൻ ദൈവം അനുഗ്രഹിച്ചു. യേശുവേ നന്ദി. വിൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. മരിയൻ വാട്സപ്പ് അമ്മമാരുടെ പ്രാർത്ഥന ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഇവിടുത്തെ ആലയത്തിന് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സ്ഥലത്തിൻ്റെ മേൽ ദൈവം ഇടപെട്ടു, വിൽക്കാനായിട്ട് സാധിച്ചു. ഹല്ലേലൂയ.